ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്ര വഴക്കും ബഹളവും ശത്രുതയാണെങ്കിലും പൂർണ്ണമായി അകന്നു പോകുന്നത് മക്കള് മാത്രമായിരിക്കും. മാതാപിതാക്കൾക്ക് അങ്ങനെ അകന്നു പോവാനാവില്ല. അവരെ നമ്മൾ എത്ര അകറ്റി ഓടിക്കാൻ നോക്കിയാലും അവര് പോവില്ല. അവര് ഭൂമിയെന്നും ഞാൻ വെച്ച വീടെന്നും അങ്ങനെ തട്ടാമുട്ടിയൊക്കെ പറഞ്ഞങ്ങ് നിൽക്കും. ആ നിൽപ്പ് സ്വത്ത് മോഹിച്ചൊന്നും അല്ല, മക്കളെ മോഹിച്ച. അവസാന സമയത്ത് മക്കളുടെ മുഖം കണ്ട് മരിക്കാനുള്ള ആഗ്രഹം, അതൊരു സത്യം തന്നെയാ. ആ സത്യം ഒരിക്കലും നശിക്കില്ല. ആ സത്യമാണ് നമ്മുടെ അച്ഛനും അമ്മയും. ശാരദാമ്മ പറഞ്ഞത് ശരിയാ. ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് മുഴുവനും എന്റെ ബാപ്പച്ചിയുടെ അടുത്താ. അനൂപിനെ നിക്കാഹ് കഴിക്കുന്നതിൽ എന്റെ ബാപ്പച്ചിക്ക് എതിർപ്പൊന്നുമില്ല. എതിർപ്പുള്ളത് ബാപ്പച്ചിയുടെ പെങ്ങടെ മോനാ, നസീറിക്ക. നസീറിക്കാക്ക് എന്നെ കെട്ടണം. അതിന് നസീറിക്കയുടെ ബാപ്പയും കൂട്ടുവെക്കുന്നു. വയ്യാതെ കിടക്കണ എന്റെ ബാപ്പച്ചിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നസീറും നസീറിന്റെ ഗുണ്ടോളുവാ ഞങ്ങളിട്ട് നെട്ടോട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത്. നസീറിനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, അതിനുള്ള ബുദ്ധിയില്ല. പിന്നെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളിപ്പോ വീട്ടുകാരറിയാതെ വിവാഹം കഴിച്ചു എന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ വീട്ടുകാർ അറിഞ്ഞ് വിവാഹം കഴിപ്പിക്കുന്നവരെ നിങ്ങൾ ഒരുമിച്ച് കഴിയണ്ട. ആ ഒരു മര്യാദയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കാണിക്കണം. അതുകൊണ്ട് മോളിന്ന് എന്റെ കൂടെ കിടന്നാ മതി. അതെല്ലാം ശാരദാമ്മ പറയും പോലെ ചെയ്യാം. കാരണം നിക്കക്കള്ളില്ലാതെ ഓടിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങൾക്കൊരു ആശ്രയം തന്ന ആളാ ശാരദാമ്മ. അത് ഞങ്ങൾ ഈ ജന്മത്ത് മറക്കില്ല. ആ, നിങ്ങൾ കഴിക്കേ. എടാ, നാളെ നിന്റെ പരിപാടി എന്താ? ഇവളെ ഇവിടെ നിർത്തിയിട്ട് നീ ആരോ കാണാൻ പോകുന്നു പറഞ്ഞല്ലോ. അമ്മയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഇനിയിപ്പോ ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും നാളെ രാത്രിയോടെ ശാലിനി എത്തും. എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. അത് കഴിഞ്ഞ് നീ ആരെ വേണമെങ്കിലും കാണാൻ പോയിക്കോ. ആ, നിങ്ങൾ കഴിക്കേ. ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കേ. കുറച്ച് ഓട്ടോ ഒക്കെ ഓടിയതല്ലേ, ആ ക്ഷീണമൊക്കെ അങ്ങ് മാറട്ടെ. എടുത്ത് കഴിക്കണേ. ഞാൻ ഇപ്പൊ വരാം. കഴിക്കേ. എനിക്കെന്റെ അമ്മയെക്കാളും കാര്യം ശാരദാമ്മയോടാ. അതിന്റെ കാരണം ശാരദാമ്മയ്ക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മളെ അകത്ത് വിളിച്ച് ഭക്ഷണം തന്നതും കിടക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നതും ആ സ്നേഹം ഉള്ളിലുള്ളതുകൊണ്ട് മാത്രമാ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇത്രയും സ്നേഹമുള്ള ശാരദാമ്മയെ വിട്ടിട്ട് അച്ഛൻ എന്തിനാ എൻ്റെ അമ്മയുടെ പിന്നാലെ പോയെന്നാ. താൻ ധൈര്യമായിട്ടിരുന്ന് കഴിക്കേ. തന്നെ ഈ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോവാൻ ഒരു നസീറും വരില്ല.